ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഗൃഹത്തില് അലമാരയുടെ അടിഭാഗത്ത് പറയാൻ പോകുന്ന രണ്ട് വസ്തുക്കൾ നമ്മൾ സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഒരു ധനത്തിന്റെ വരവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന തടസ്സം നീങ്ങുന്നതാണ്. ധാരാളം സമ്പത്ത് അല്ലെങ്കിൽ പണം നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അലമാരയിലേക്ക് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് കൂടിയുമാണ്. എന്തായാലും ഒരു ഗൃഹത്തിൽ നിലനിൽക്കുന്നതായ സമ്പത്തിനെ തടയുന്നതായ നെഗറ്റീവ് ഊർജം എല്ലാം പുറത്തു കടത്തി നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു സമ്പത്തിനെ ആകർഷിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ആ ഒരു വരവിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളെ നീക്കം ചെയ്യുന്നതിന് ഈ ഒരു ചെറിയ വിദ്യ നമ്മൾ ചെയ്താൽ മതിയാകും. ഇത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ആ ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് ഇതിന്റെ ഫലം നീണ്ടു നിൽക്കും എന്നുള്ളത് കൂടിയുമാണ്. അപ്പോൾ അറിവിലേക്ക് പോകാം. അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. പൊതുവിൽ പണത്തെ ആകർഷിക്കുന്നതിന് ഒരുപാട് താന്ത്രിക മാന്ത്രിക വിദ്യകളുണ്ട്. ഇതിനോടകം തന്നെ പല വിദ്യകളെക്കുറിച്ചും നമ്മുടെ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. ആ ഒരു ഗണത്തിലേക്ക് ആ ഒരു സീരീസിലേക്ക് മറ്റൊരു പുതിയ അറിവ് കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്ക് ആ ഒരു ധനം കൈവരുന്നതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുമെന്നതാണ്. കിട്ടാക്കടങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുക, ഭാഗ്യാനുഭവങ്ങളിലൂടെ വലിയ സമ്പത്ത് നിങ്ങളെ തേടിയെത്തുക, അതുപോലെ തൊഴിൽ പുരോഗതി കരസ്ഥമാക്കുക, നിങ്ങളുടെ തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം വർദ്ധിക്കുക, അതുപോലെ തൊഴിൽ പുരോഗതി കൈവരിക്കുക, ആ ഒരു ശമ്പള വർധനമുണ്ടാവുക, മരുന്ന് ചിലവുകൾ പോലെ ഉള്ള പാഴ് ചിലവുകൾ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാകുക. അപ്പൊ ഇതെല്ലാം തന്നെ ഈ ഒരു ലളിതമായ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി പലർക്കുമുള്ളൊരു സംശയമാണ്, ഇങ്ങനെ ഒരു കർമ്മവും ചെയ്തതിനു ശേഷം നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്പത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ? നിങ്ങൾക്കൊരു കൃഷിഭൂമി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അവിടെ വിത്ത് വിതയ്ക്കാതെ കളയെടുക്കാതെ ആ ഒരു പാടത്തേക്ക് ആവശ്യാനുസരണം വേണ്ട ജോലികൾ ചെയ്യാതെ നല്ല വിളവ് നിങ്ങൾക്ക് ലഭിക്കുമോ? അപ്പൊ ഈ ഒരു കർമ്മം ചെയ്ത ശേഷം നിങ്ങൾ അത്യധ്വാനം ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്തോ അത് നിങ്ങൾ തുടർന്നു കൊണ്ടുപോവുക. പക്ഷേ ഇതുവരെ നിങ്ങൾക്കില്ലാത്ത സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ആഴ്ചകളിലെ 2 ദിവസം ഈ ഒരു കർമ്മം ചെയ്യാൻ അത്യുത്തമമാണ്. അതിലൊന്ന് ഞായറാഴ്ചയും മറ്റൊന്ന് വ്യാഴാഴ്ചയും. ഈ 2 ആഴ്ചകളിൽ ഏതെങ്കിലും ഒരാഴ്ചയിൽ വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ. മാസത്തിൽ ഒരു തവണ ഈ ഒരു കർമ്മം ചെയ്താൽ മതിയാകും. ഒരു മാസത്തിന്റെ ആരംഭത്തിൽ വരുന്ന ഞായറാഴ്ചയോ വ്യാഴാഴ്ചയോ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ആ ഒരു മാസം മുഴുവൻ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി കൈവരിക്കുന്നതിനും ഉയർച്ച കൈവരിക്കുന്നതിനും ധനപരമായ പുരോഗതിയും മുന്നേറ്റവും ഉണ്ടാകുന്നതിനും നിങ്ങളെ സഹായിക്കുമെന്നതാണ്. അപ്പൊ ആഴ്ചയിൽ ആദ്യം വരുന്ന ഞായറാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുക. ഈ കർമ്മം ചെയ്യാൻ നമുക്ക് 2 വസ്തുക്കളാണ് ആവശ്യം. ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിൽ പല വീഡിയോകളിലും നമ്മൾ പരിചയപ്പെടുത്തിയ വസ്തുക്കളാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമായിട്ടുള്ള കല്ലുപ്പ്, 2 എന്ന് പറയുന്നത് അതേ ലക്ഷ്മി പ്രതീകമായിട്ടുള്ള അതേ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായ ദേവകനി എന്ന് വിശ്വവിഖ്യാതമായിട്ടുള്ള നെഗറ്റീവ് ഊർജത്തോടൊക്കെ വളരെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നതായ ആ ഒരു ചെറുനാരങ്ങ. അങ്ങനെ ഈ 2 സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ ഒരു കർമ്മം ആർക്കൊക്കെ അനുഷ്ഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിന് യാതൊരു പ്രായഭേദമോ ലിംഗഭേദമോ ഇല്ല. കൊച്ചുകുട്ടിക്കും മുതിർന്ന ഒരാൾക്കും വയസ്സായ ഒരാൾക്കും ഈ ഒരു കർമ്മം ചെയ്യാം. സ്ത്രീക്കും പുരുഷനും ഈ ഒരു കർമ്മം ചെയ്യാം. നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകണം, സമ്പത്ത് വർദ്ധിക്കണം, ധനപുരോഗതി ഉണ്ടാകണം, ധനവരവ് ഉണ്ടാകണം, ചിലവുകളെ പിടിച്ചു നിർത്തണം, കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കണം, ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ആ ഒരു പോസിറ്റീവ് ചിന്താഗതി വെച്ച് പുലർത്തുന്നവര് ആരുണ്ടോ അവർക്ക് ഈ ഒരു കർമ്മം ചെയ്യാം. നിങ്ങൾക്കറിയാമോ, നമുക്ക് സമ്പത്ത് നേടണം, നമുക്ക് കൂടുതൽ ധനം ആർജിക്കണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്ത് തന്നെ ആ ഒരു മഹാലക്ഷ്മി സംപ്രീതയാകും എന്നുള്ളതാണ്. ഈ ഒരു കർമ്മം ചെയ്യുന്നയാള് കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ശരീരശുദ്ധി നിർബന്ധമാണ്. ആ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മാംസാഹാരം ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം. കാരണം ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നത് രാത്രിയിലാണ്. രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള ആ ഒരു സമയത്ത് വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ. സ്ത്രീകൾ ശാരീരികാശുദ്ധിയുള്ള സന്ദർഭങ്ങളിൽ ഈ ഒരു കർമ്മം ചെയ്യാതിരിക്കാം. ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കല്ലുപ്പ് വേണമെന്ന് പറഞ്ഞല്ലോ. ഈ കല്ലുപ്പ് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ കറികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കല്ലുപ്പ് ഉപയോഗിക്കാതിരിക്കാം. ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു കല്ലുപ്പ് മേടിക്കുക. അല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഇതുപോലെയൊക്കെയുള്ള മാന്ത്രിക താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കല്ലുപ്പ് വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ആ കല്ലുപ്പ് നിങ്ങൾക്ക് ധൈര്യസമേതം എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു കർമ്മം ചെയ്യുവാൻ പുതിയ കല്ലുപ്പ് മേടിക്കുകയാണ് എങ്കിൽ
ഈ ഒരു കർമ്മത്തിന് ആവശ്യമായിട്ടുള്ള കല്ലുപ്പ് പൊട്ടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നിങ്ങൾക്ക് കറികൾക്ക് ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള മറ്റ് കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിലോ മറ്റ് സ്ഥലങ്ങളിലോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതെന്ന് ഇനി നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ഒരു കണ്ണാടി ബൗളോ അതുമല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ എടുക്കുക. അതുമല്ലെങ്കിൽ മരത്തിൻ്റെതായിട്ടുള്ള പാത്രങ്ങളോ അതുമല്ല എങ്കിൽ മണ്ണ് കൊണ്ടോ ക്ലേ കൊണ്ടോ നിർമ്മിച്ചിട്ടുള്ളതോ ആയ പാത്രങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ഒരു കാരണവശാലും ആ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പാത്രം നിങ്ങൾ എടുക്കാതിരിക്കുക. ഇനി രണ്ടാമതായിട്ട് വേണ്ടത് നമുക്ക് ഒരു നാരങ്ങയാണ്. നാരങ്ങ എന്ന് പറയുമ്പോൾ ചെറുനാരങ്ങ, അത് നല്ല പഴുത്ത നാരങ്ങ നോക്കി എടുക്കുക. പച്ച നിറത്തോടു കൂടിയ നാരങ്ങ എടുക്കരുത്. മാത്രമല്ല കരിമ്പുള്ളികളില്ലാത്ത, കേടുപാടുകളില്ലാത്ത നല്ല ഒരു നാരങ്ങ തന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ആ ഒരു നാരങ്ങ വേണം നമ്മൾ ഉപയോഗിക്കുവാൻ. നമ്മൾ എടുക്കുന്ന ഈ ഒരു ബൗള് കഴുകി വൃത്തിയാക്കിയ ശേഷം ആ ഒരു കല്ലുപ്പ് പൊട്ടിച്ച് ബൗള് നമ്മൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു നാരങ്ങ രണ്ടായി മുറിച്ച് ആ ഒരു കല്ലുപ്പിന് മുകളിൽ മലർത്തി വെക്കുക. ഇനി ഈ ഒരു ബൗള് കയ്യിൽ എടുത്തുകൊണ്ട് കിഴക്ക് ദർശനമായിട്ട് നിന്ന് നിങ്ങളുടെ കുടുംബദേവത, നിങ്ങളുടെ ഇഷ്ടദേവത ഇവരെ നിങ്ങൾ മനസ്സിൽ സ്മരിക്കാം. ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കടമോ ബാധ്യതകളോ ഉണ്ട് എങ്കിലും അതെല്ലാം നീങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു ലക്ഷ്മി കടാക്ഷം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നതിനും തൊഴിൽ പുരോഗതിയും അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകുന്നതിനും സാമ്പത്തികമായിട്ട് വരവും ഉന്നതിയും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന മറ്റുള്ളവരുടെ കണ്ണേറ്, ദൃഷ്ടി, നാവേറ് ദോഷങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ഊർജങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു ബൗള് നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ അലമാരയുടെ അടിഭാഗത്ത് നിങ്ങൾ വെക്കുക. ശ്രദ്ധിക്കുക, അലമാരയുടെ അടിഭാഗത്താണ് നമ്മളിത് സൂക്ഷിക്കേണ്ടത്, അലമാരയ്ക്കുള്ളിലല്ല. നമ്മൾ ഇങ്ങനെ വെക്കുന്ന ആ ഒരു ചെറുനാരങ്ങ നമ്മുടെ ഗൃഹത്തിലുള്ള എല്ലാത്തരം നെഗറ്റീവ് ഊർജത്തെയും തുരത്തി ഓടിക്കും എന്നുള്ളതാണ്. ധനവരവിൽ നമ്മുടെ ഗൃഹത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാവിധം നെഗറ്റിവിറ്റിയെയും ആ ഒരു ചെറുനാരങ്ങ തുരത്തുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചേരുന്നതായ ആ ഒരു കല്ലുപ്പ് ലക്ഷ്മി പ്രതീകമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കൂടുതൽ ധനം നമ്മുടെ ഗൃഹത്തിലേക്ക് ആദേശം ചെയ്യുന്നതിനും നമ്മുടെ ഗൃഹം മുഴുവൻ പോസിറ്റീവ് ഊർജം നിലനിർത്തുന്നതിനും ഒക്കെ തന്നെ ഈ ഒരു കല്ലുപ്പ് സഹായിക്കും എന്നുള്ളത് കൂടിയുമാണ്. ഇങ്ങനെ ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗൃഹത്തിലുള്ളവർ മാത്രം അറിയുക. മറ്റ് പുറമേ നിന്നുള്ള ആളുകളോട് നിങ്ങൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയാതിരിക്കുക. ഇങ്ങനെ വെക്കുന്ന ആ ഒരു കല്ലുപ്പ് ചെറുനാരങ്ങയുടെ ഈ ഒരു രഹസ്യക്കൂട്ട് നമ്മൾ 5 ദിവസം വരെ നമ്മുടെ അലമാരയുടെ കീഴിൽ അങ്ങനെ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. 5 ദിവസത്തിന് ശേഷം ഈ ഒരു കൂട്ടെടുത്ത് ആ ഒരു ചെറുനാരങ്ങ കൈകൊണ്ട് എടുക്കാതെ ഒരു പേപ്പറോ മറ്റോ ഉപയോഗിച്ച് നമ്മൾ എടുത്ത് ആരും ചവിട്ടാൻ ഇടയില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് നിക്ഷേപിക്കാം നമ്മുടെ ഗൃഹത്തിന് പുറത്ത്. കല്ലുപ്പ് ജലത്തിൽ കലർത്തിയതിനു ശേഷം നമ്മുടെ സിങ്കിലൂടെ ഒഴിച്ച് കളയാവുന്നതാണ്. അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരും ചവിട്ടാൻ ഇടയില്ലാത്ത ഭാഗം നോക്കി നിങ്ങൾക്ക് ഒഴിച്ച് കളയാവുന്നതാണ്. നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഒഴുകുന്ന ജലാശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇതുകൊണ്ട് നിക്ഷേപിക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളിങ്ങനെ ഈ കല്ലുപ്പ് പുറത്ത് കളയുന്ന ആ ഒരു സന്ദർഭത്തിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത് പുറത്ത് കളയാൻ പാടില്ല. മറ്റ് ദിവസങ്ങളിലും നമുക്കിതിനെ പുറത്ത് കളയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഞായറാഴ്ചയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, വെള്ളിയാഴ്ചയാണ് 5 ആകുന്നതല്ലേ. അപ്പൊ അതിന്റെ അടുത്ത ദിവസം ശനിയാഴ്ച ദിവസം നമുക്ക് ഇതിനെടുത്ത് പുറത്ത് കളയാം. ആ വെള്ളിയാഴ്ച നിങ്ങളെടുത്ത് പുറത്ത് കളയരുത്. ഇനി നിങ്ങൾ വ്യാഴാഴ്ചയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച 5 ആകുമല്ലേ. ഈ ചൊവ്വാഴ്ച നിങ്ങൾ എടുത്ത് അതിനെ പുറത്ത് കളയരുത്. തുടർന്ന് വരുന്ന ബുധനാഴ്ച നിങ്ങൾക്ക് ഇതിനെടുത്ത് കളയാവുന്നതാണ്. അപ്പൊ ചൊവ്വയും വെള്ളിയും കല്ലുപ്പ് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഇപ്രകാരം എടുത്ത് കളയുവാൻ പാടില്ല. അപ്പൊ മാസത്തിൽ ആദ്യത്തെ ആഴ്ച നിങ്ങളതൊന്ന് ചെയ്തു നോക്കുക. 5 ദിവസം നിങ്ങളിത് ചെയ്താൽ മതിയാകും. അപ്പൊ മാസത്തിൽ ആദ്യത്തെ ആ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക. തുടർന്ന് ആ ഒരു മാസം മുഴുവൻ നിങ്ങൾ വീക്ഷിക്കുക. നിങ്ങളുടെ കഴിഞ്ഞുപോയ മാസം പോലെയാണോ? സാമ്പത്തികമായിട്ട് വരവുണ്ടോ? ദുർച്ചിലവുകളെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ടോ? കയ്യിൽ ശേഷിപ്പ് ധനം ധാരാളം ഉണ്ടോ? ഇതെല്ലാം നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും പോയ മാസത്തെക്കാൾ നല്ല പുരോഗതി, അഭിവൃദ്ധി ഉണ്ട് എന്ന്. അങ്ങനെയുള്ളപ്പോൾ തുടർന്ന് അടുത്തതായിട്ട് വരുന്ന ആ ഒരു മാസവും ആദ്യ ആഴ്ചയിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ചേർത്തുകൊണ്ട് കുറച്ച് മാസങ്ങൾ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ധനവരവിൽ നമ്മുടെ ഗൃഹത്തിൽ നിലനിൽക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു തടസ്സമൊക്കെ നീങ്ങി ധനപരമായിട്ട് നമുക്ക് അത്യധികം ഉയർച്ചയും പുരോഗതിയും ഐശ്വര്യവും കൈവരുന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.